അകത്ത് കടന്നപ്പോൾ ആതിര സാധാരണ വരുന്ന രീതിയിൽ ആണ് എന്നുള്ളൊരു ധാരണയിൽ ഇവനെ സ്വീകരിച്ചിരുത്തി. അപ്പോൾ ഇവനൊരു ചായ വേണം എന്ന് പറഞ്ഞു. ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ചായ ഇടുന്നതിന് വേണ്ടി കിച്ചണിലേക്ക് പോയി. കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ഇവൻ്റെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന കത്തി ബെഡ്റൂമിലേക്ക്, അതായത് ആതിര കിടക്കുന്ന ബെഡ്റൂമിലേക്ക് വരികയും അതിലെ മെത്തയ്ക്ക് അടിയും ഈ കത്തി ഒളിപ്പിച്ച് വയ്ക്കുകയും ചെയ്തു. ഒളിപ്പിച്ച് വച്ച ശേഷം പിന്നീട് ഈ ചായ കൊണ്ടുവരുന്ന ആതിരയെ ഇവൻ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയും ഇവർ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തു. ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നതിനിടെ, അതായത് ഇതൊക്കെ ഒരു 10-15 മിനിറ്റിനിടെ സംഭവിക്കുന്ന കാര്യമാണ്. ലൈംഗിക വീഴ്ചയിൽ ഇതിന് നടക്കുന്നതിനിടയിൽ ഇവൻ മെത്തയുടെ അടിയിൽ ആതിരയുടെ ശ്രദ്ധിക്കാതെ കത്തിയെടുക്കുകയും ഉടൻ പൊത്തിപ്പിടിച്ച് കഴുത്തിലേക്ക് കുത്തുകയുമായിരുന്നു. തുടർന്ന് കഴുത്തറുത്തു. അതാണ് ഈ ശബ്ദം പുറത്തേക്ക് വരാതിരുന്നത്. പൊത്തിപ്പിടിച്ച് കളഞ്ഞു. തുടർന്ന് മരണം സംഭവിച്ചു. അവിടെ രക്തമാകെ ചീന്തിക്കിടപ്പുണ്ടായിരുന്നു. അവിടെ ഇട്ട് കൊലപാതകം നടത്തിയ ശേഷം ഇവൻ്റെ ഷർട്ട് മുഴുവൻ ബ്ലഡായി. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നേരെ ഈ പൂജാരിയായിട്ടുള്ള രാജീവിൻ്റെ ഷർട്ട് എടുത്ത് ധരിച്ചു. ഈ കൊലപാതകം നടത്തി ഏകദേശം 9:30 ഉള്ളിൽ ഈ വാഹനവും എടുത്ത് നേരെ പോകുന്നത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിന് സമീപം ഈ വാഹനം ഉപേക്ഷിച്ച ഇവൻ നേരെ